ഞങ്ങൾ അവതരിപ്പിക്കുന്ന സ്കിറ്റിൻ്റെ പേര് നരകത്തിലെ യോഗം. നരകത്തിലെ യോഗം. നരകത്തിലെ യോഗം. മീറ്റിംഗ് ഇൻ ദ ഹെൽ. മരുഭൂമിയിൽ മനുഷ്യപുത്രൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. ദൈവവചനമാണ് നമ്മുടെ ആയുധം. പ്രാർത്ഥനയാണ് നമ്മുടെ കവചം. സദാ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പിശാച് അതിൻ്റെ തന്ത്രങ്ങൾ മെനയുകയാണ്. അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്നറിയാതെ പാഞ്ഞു നടക്കുന്നു. അതാ അങ്ങോട്ട് നോക്കൂ. പിശാചുക്കളെല്ലാം വല്ലാതെ അസ്വസ്ഥരാണ്. അടിയന്തിരമായി വിളിച്ചുകൂട്ടിയിരിക്കുന്ന ഈ മീറ്റിംഗ് എന്തിനാണോ എന്തോ. അതിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ? ഇത് നരകം. വെളിച്ചമില്ല, സമാധാനമില്ല. പക്ഷേ മീറ്റിങ്ങുകൾക്ക് കുറവുമില്ല. വെളിച്ചം ഒരിക്കലും എത്താത്തൊരിടം. പാപം, ഭയം, നാശം ഇവ കൊണ്ട് പണിതൊരു ലോകം. ഇത് നരകം. അയ്യോ, ഇവിടെ റോഡ് പോലും ശരിയാക്കിയിട്ടില്ല. നരകം. ഞാൻ അസുരൻ. ലഹരിയുടെ രാജാവ്. തെരുവുകളിൽ നിന്നും സ്ക്രീനുകളിൽ നിന്നും വരുന്നവൻ. മദ്യവും ലഹരിയും അടിമത്തവും കൊണ്ട് ഞാൻ മനുഷ്യരെ കുടുക്കുന്നു. കുടുംബവും വിശ്വാസവും ഭാവിയും അവർ മറക്കും. ലഹരി കൊടുത്താലും ഇന്ന് മനുഷ്യർ ചോദിക്കുന്നു, QR കോഡുണ്ടോ? എൻ്റെ കയ്യിൽ വീണാൽ രക്ഷയില്ല. പക്ഷേ ഇന്ന് മനുഷ്യർ കുറച്ച് ബോധവാന്മാരായി. ഇതാരാണ് ഡി അഡിക്ഷൻ സെൻ്ററുകളും ധ്യാന കേന്ദ്രങ്ങളും കണ്ടുപിടിച്ചവർ? നാശം. എൻ്റെ ബിസിനസ് ഡൗൺ ആണ്. ഞാൻ മായ. വീടുകളിലും ഓഫീസുകളിലും സോഷ്യൽ മീഡിയയിലും ഞാനുണ്ടാകും. കള്ളം പറയാനും വഞ്ചിക്കാനും നടിക്കാനും ഞാൻ പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെയും ദാമ്പത്യ ബന്ധങ്ങളെയും രാജ്യങ്ങളെയും ഞാൻ തകർക്കും. എവിടെ എത്തിയാലും സത്യം അപ്രത്യക്ഷമാകും. ഞാൻ ക്രോധൻ. അഹങ്കാരത്തിൽ നിന്നും അഹംഭാവത്തിൽ നിന്നുമാണ് എൻ്റെ ജനനം. ചെറിയ പ്രശ്നങ്ങളെ വലിയ കലഹങ്ങളാക്കി മാറ്റും. അച്ഛനോടും അമ്മയോടും മക്കളോടും അയൽക്കാരോടും കൈ ഉയർത്താൻ ഞാൻ മനുഷ്യരെ പ്രേരിപ്പിക്കും. കോപം, അതാണ് എൻ്റെ ശക്തി. ഞാൻ ലോപൻ. ബാങ്കുകളിലും ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും ഞാൻ ജീവിക്കുന്നു. പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും പ്രലോഭനത്തിൽപ്പെട്ട മനുഷ്യർ അന്ധരാകും. നീതിയും സത്യവും മനുഷ്യത്വവും പോലും അവർ വിൽക്കും. ലോകം ഇന്ന് എനിക്ക് കീഴിലാണ്. ആരും എന്നെ വിളിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. പാപം ചെയ്യാൻ സമയം ധാരാളമുണ്ട്. ഇന്ന് വേണ്ട, നാളെ മതിയാ. ഞാൻ അഹങ്കാരൻ. എന്നെ നോക്കൂ. ഞാൻ സ്മാർട്ടാണ്. ഞാൻ ഗ്രേറ്റാണ്. എനിക്ക് എന്നോടാണ് ആരാധന. ഈ പ്രധാന യോഗം ഞാൻ വിളിച്ചതൊരു കാരണത്താലാണ്. നമ്മുടെ പ്രവർത്തനം മന്ദഗതിയിലാണ്. ചില മനുഷ്യർ ഇനിയും പ്രാർത്ഥിക്കുന്നു, പശ്ചാത്തപിക്കുന്നു, മാറുന്നു. നമ്മൾ എങ്ങനെ പ്രവർത്തനം മെച്ചപ്പെടുത്താം? ആരാണ് ഏറ്റവും നല്ല ആശയം പറയുന്നത്? അവനെ നിങ്ങൾക്കിടയിലെ നേതാവായി ഞാൻ തിരഞ്ഞെടുക്കും.
ലഹരി വർദ്ധിപ്പിക്കാം, ചെറുപ്പക്കാരെ അതിലേക്ക് വലിച്ചടയ്ക്കാം, സ്കൂളുകളിൽ കോളേജുകളിൽ ഓൺലൈൻ ഗെയിമുകൾ തുടങ്ങാം. സത്യം പൂർണ്ണമായി ഇല്ലാതാക്കാം. വ്യാജ വാർത്തകൾ, വ്യാജ സ്നേഹം, വ്യാജ ജീവിതങ്ങൾ. ഇന്ന് സത്യം പറഞ്ഞാൽ ബോറിംഗ് എന്നാണ് പറയുന്നത്. കള്ളം പറഞ്ഞാൽ വൗ സൂപ്പർ വൈറൽ. വേണ്ടാത്ത സാധനം പോലും ഓഫർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വാങ്ങും. പിന്നെ പ്രാർത്ഥിക്കും, ദൈവമേ EMI തീർക്കണേ. ഒരു ചെറിയ തെറ്റ് മതി, വാട്സപ്പ് ഗ്രൂപ്പ് ഫുൾ വാർ. ഒരാൾ എഴുതും, 10 പേർ കോപിക്കും. എല്ലാവരുടെയും ചെവിയിൽ ഞാൻ മന്ത്രിക്കും. എല്ലാം നല്ല ഐഡിയയാണ്, പക്ഷെ ഇന്ന് വേണ്ട, നാളെ തുടങ്ങാം. സെൽഫ് ലവ് അല്ല, സെൽഫ് വർഷിപ്പ്. നിങ്ങളിൽ ഏറ്റവും അപകടകാരി അലസനാണ്. മനുഷ്യൻ പാപം ചെയ്യാതിരിക്കാനല്ല, നന്മ ചെയ്യാൻ പോലും നാളെ എന്ന് പറയാൻ പഠിപ്പിക്കുന്നത് നിന്റെ ഏറ്റവും വലിയ ശക്തി. ഇന്നു മുതൽ നീയാണ് നേതാവ്. പ്ലാനുണ്ട്, നല്ലവനാകും, നന്മ ചെയ്യും, പള്ളിയിൽ പോകും. പക്ഷേ ഇന്നല്ല, നാളെ മുതൽ ഉറപ്പായും. നിർത്തൂ, നിർത്തൂ. നിങ്ങൾ ഇരുട്ടിൽ പദ്ധതികൾ തയ്യാറാക്കുന്നു, എന്നാൽ വെളിച്ചം എന്നും ഇരുട്ടിനെ ജയിക്കുന്നു. പാപം വർദ്ധിക്കുന്നിടത്ത് കൃപ അതിലും കൂടുതലായി വർദ്ധിക്കും. ഒരു ചെറിയ പ്രാർത്ഥന നിങ്ങളുടെ വലിയ പദ്ധതിയെപ്പോലും തകർക്കും. പിന്മാറൂ, പിന്മാറൂ, പിന്മാറൂ. ദുഷ്ടത പദ്ധതിയിടാം, പക്ഷേ അവസാന ജയം നന്മയ്ക്കാണ്. പാപം പറയുന്നത് നാളെ ചെയ്യാം, നന്മ പറയുന്നത് ഇന്ന്, ഇപ്പോൾ മുതൽ.